ഒട്ടേറെ പരിമിതികളാൽ വീർപ്പുമുട്ടുന്ന പട്ടുവം വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ ആവശ്യമായ സ്ഥലം ദാനം ചെയ്ത് കണ്ണൂർ രൂപത. വില്ലേജ് ഓഫീസിനായി 10 സെന്റ് സ്ഥലമാണ് കണ്ണൂർ രൂപത ദാനമായി നൽകിയത്. കണ്ണൂർ ബിഷപ്സ് ഹൗസിൽ നടന്ന ചടങ്ങിൽ രൂപത സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി കണ്ണൂർ ADM കലാഭാസ്കറിന് ആധാരം കൈമാറി സ്ഥലത്തിന്റെ കൈമാറ്റ ചടങ്ങ് നിർവഹിച്ചു. സഭയുടെ ജനോപകാരപ്രദവും സേവനപരവുമായ ദൗത്യമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നതെന്നും ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവ് പ്രതികരിച്ചു. 1.5 സെന്റ് സ്ഥലത്തെ പഴയ കെട്ടിടത്തിലാണ് നിലവിലുള്ള വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചു വന്നത്. അതിനാൽ തന്നെ റെക്കോർഡുകൾ സൂക്ഷിക്കുവാൻ പോലും ഇടമില്ലാതെ ഞെരുങ്ങുകയായിരുന്നു അവിടുത്തെ ജീവനക്കാർ. ഈ പരിമിതികൾ വിവിധ ആവശ്യങ്ങളുമായി വരുന്ന ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചിരുന്നു. വില്ലേജ് ഓഫീസിന് ആവശ്യമായ വേറെ സ്ഥലം കണ്ടെത്താനാകാത്ത അവസ്ഥ അന്നത്തെ വില്ലേജ് ഓഫീസർ റീജാസിയാണ് കണ്ണൂർ രൂപതയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മുൻ RDO EP മേഴ്സിയും ഇക്കാര്യം രൂപതാമിത്രൻ ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ മുന്നിൽ അവതരിപ്പിച്ചതോടെ രൂപത അധികൃതർ കൂടി ചേർന്ന് സ്ഥലം ദാനം ചെയ്യാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. ബിഷപ്പ് വടക്കുംതല സ്ഥലത്തില്ലായിരുന്നിട്ടും തുടർ നടപടികൾ താമസിക്കാതിരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം തന്നെ കേരള ഗവർണറുടെ പേരിൽ 10 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ നടന്ന ചടങ്ങിൽ രൂപത സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി കണ്ണൂർ ADM കലാഭാസ്കറിന് ആധാരം കൈമാറി സ്ഥലത്തിന്റെ കൈമാറ്റ ചടങ്ങ് നിർവഹിച്ചു. ജനോപകാരപ്രദവും സേവനപരവുമായ ദൗത്യം ക്രൈസ്തവ സഭ തുടർന്നു വരുന്നതിന്റെ ഭാഗമായാണ് വിലയേറിയ സ്ഥലമായിരുന്നിട്ടും രൂപത ഇത് സർക്കാരിന് ദാനമായി നൽകുന്നതെന്ന് കുറുപ്പശ്ശേരി പിതാവ് പ്രതികരിച്ചു. സുക്കോളച്ചൻ കണ്ണൂറും കാസർഗോഡുമായിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിന്തുടർച്ചയെന്ന വണ്ണം ഇന്നൊരു വില്ലേജ് ഓഫീസിന് 10 സെന്റ് കണ്ണൂർ രൂപത അതിന്റെ ഡോക്യുമെന്റ് കൈമാറുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കാരണം സഭ ആധുനിക യുഗത്തിൽ എന്നുള്ള വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രവും സഭയും കൂടി കൈകോർത്താൽ പൊതുജനങ്ങൾക്ക് എത്രമാത്രം നന്മ ചെയ്യാൻ കഴിയുന്നതിന് എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ്. അപ്പോൾ സഭയും രാഷ്ട്രവും കൈകോർത്തുന്നുകൊണ്ട് ഇന്നത്തെ ജനങ്ങളുടെ വേദനകളിൽ ബുദ്ധിമുട്ടുകളിൽ നമുക്ക് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്യാൻ എന്നുള്ള ഒരു പ്രതിജ്ഞതയും കൂടി ഈ അവസരത്തിൽ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വളരെ ശോചനീയമായ അവസ്ഥയിലാണ്, ചെറിയൊരു വളരെ സൗകര്യം കുറഞ്ഞ അവസ്ഥയിലാണ് പൊതുജനങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നതും ആയ ഒരു അതിൻ്റെ അസൗകര്യങ്ങൾ, പിന്നെ വില്ലേജിലെ ജീവനക്കാർക്ക് ഫയലുകളും റെക്കോർഡുകളും കൈകാര്യം ചെയ്യാനുള്ള സ്ഥലക്കുറവ്, അങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ആ വില്ലേജ് ഓഫീസർ പിന്നെ ഈ സഭയായിട്ട് ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വില്ലേജ് ഓഫീസർ തുടങ്ങി വെച്ച വില്ലേജ് ഓഫീസറിന്റെ മനസ്സിൽ വന്ന ഒരു ആശയമാണ് അത്. പിന്നീട് അന്ന് തളിപ്പറമ്പ് RDO ആയിരുന്ന മേഴ്സി മാഡത്തിലൂടെ മുന്നോട്ട് നീങ്ങി അതിൻ്റെ ഒരു ഫലപ്രാപ്തിയാണ് ഇന്നത്തെ ദിവസം ഈ ആധാരം 10 സെന്റ് ഭൂമിയുടെ ആധാരം കേരള ഗവർണറുടെ പേരിൽ കൈപ്പറ്റുന്നതിലൂടെ സാർത്ഥകമായിട്ടുള്ളത്. അത് അതിനുള്ള ഒരു നന്ദി രൂപതയോട് അറിയിച്ചാൽ മാത്രം പോരാ, അത് എങ്ങനെ വാക്കുകളിലൂടെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വളരെ ഒരു പിന്നെ എല്ലാവർക്കും പ്രോത്സാഹനജനകമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഇത്തരം ഒരു ഇത് ഒരുപാട് ആൾക്കാർക്ക് സഭ വ്യക്തിപരമായിട്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പൊതു നന്മയ്ക്ക് ഒരു സർക്കാരിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം സഭ ഇതല്ലാതെ പലതും ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി നേരത്തെ. അപ്പോൾ അതിലൊരു കാര്യമാണിത്, ഒരു കാര്യം മാത്രമാണെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അത് വളരെ ഒരു എല്ലാ ആൾക്കാർക്കും മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ്. അധികം ആൾക്കാർ ചെയ്യാൻ പിന്നെ മടിക്കുന്ന ഒരു കാര്യമാണ്. പൊതു നന്മയ്ക്കായിട്ട് വില്ലേജിന് മുഴുവൻ പ്രയോജനകരമായ രീതിയിലാണ് ഈ പിന്നെ കാര്യം സഭ ചെയ്തിട്ടുള്ളത്. രൂപതയുടെ എല്ലാ നന്ദിയും ആദരവും അറിയിക്കുന്നു. രൂപത വികാരി ജനറൽ മോൺസിനോർ ക്ലാരൻസ് പാലിയത്ത് അധ്യക്ഷത വഹിച്ചു. തഹസീൽദാർ P സജീവൻ, മുൻ RDO EP മേഴ്സി, മുൻ പട്ടുവം വില്ലേജ് ഓഫീസറും ഡെപ്യൂട്ടി തഹസീൽദാറുമായ C റീജ, രൂപത പ്രൊക്യുറേറ്റർ ഫാദർ ജോർജ് പൈനാടത്ത്, ഫാദർ വിപിൻ വില്യം, ഫാദർ സുധീഷ് മുണ്ടയ്ക്കൽ, ഫാദർ ആന്റണി കുരിശിങ്കൽ, പട്ടുവം വില്ലേജ് അസിസ്റ്റന്റ് VP വിനോദ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഷിക്കനാനൂസ്, കണ്ണൂർ.